Namaste. Greetings to all learners. ഇന്ന് BPAE 142 അതിൽ യൂണിറ്റ് 3 and 4 രണ്ട് യൂണിറ്റാണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, BPAE 142 BPAE ഓർഗനൈസേഷൻ ബിഹേവിയറിലെ 3 and 4 യൂണിറ്റ്സ് we are going to take today. ഓക്കെ, ഇത് ബ്ലോക്ക് 2 ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, അതാണ് മെയിൻ ടോപ്പിക്. അതിൽ യൂണിറ്റ് 3 എംപ്ലോയി ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സി ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് ആൾട്ടിറ്റ്യൂഡ് ആൾസോ. സി നമ്മൾ എത്രത്തോളം നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പാകം പോകാൻ പറ്റൂ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് വെച്ചാൽ വി കനോട്ട് അച്ചീവ് എനിത്തിങ്. സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് we should have. Number 1, employer is also expecting positive attitude. നമ്മളിൽ നിന്ന് ഒരു എംപ്ലോയർ പ്രതീക്ഷിക്കുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതല്ലെങ്കിൽ വി കനോട്ട് വർക്ക് പ്രോപ്പർലി ഇൻ ദ ഓർഗനൈസേഷൻ. ഒന്ന്, പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അവിടെയാണ് പരമപ്രധാനമായ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ. ജോബ് സെക്യൂരിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ, വർക്ക് എൻവയറോൺമെന്റ്, ഇതൊക്കെ നല്ലതാണ് എങ്കിൽ മാത്രമേ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവൂ. അത് പറയാം എന്തൊക്കെയാണ് അതിൽ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ജോബ് സാലറി മാത്രമല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. മോണിറ്ററി പറഞ്ഞാൽ എന്താണ്? സാലറി, ഓവർ ടൈം, ബോണസ്, ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോൺ മോണിറ്ററി ഉണ്ട്, അതൊക്കെയാണ് മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നത് നോൺ മോണിറ്ററി ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പലതും അവർ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അതായത് അതർ ദാൻ പേയിങ് ക്യാഷ്, അവര് നമ്മളെ ഇൻകം ടാക്സ് ഒന്നും ഡിഡക്റ്റ് ചെയ്യാതെ നമുക്ക് മറ്റുള്ള പല ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, പിന്നെ ക്രച്ച്, അതേമാതിരി ഫോറിൻ ട്രാവല് അല്ലെങ്കിൽ വിത്തിൻ ഇന്ത്യ ട്രാവല്, അങ്ങനെ അത്തരത്തിലുള്ള അതേമാതിരി ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, പിക്കപ്പ് ഡ്രോപ്പ് ഫെസിലിറ്റീസ്, അങ്ങനെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, അത് അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇൻഡയറക്ട്ലി നമ്മൾക്ക് ഇത് കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് വി വിൽ ബി, അല്ലാണ്ട് ശമ്പളം കൊണ്ട് മാത്രം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അങ്ങനെ പ്രതീക്ഷിക്കരുത്. ശമ്പളം വരുന്നു, ഇൻകം ടാക്സ് കട്ട് ചെയ്യുന്നു, ബാലൻസ് നമുക്ക് നമ്മുടെ വീട്ടു ചെലവിന് പോരെ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പൊ അതാണ് പറഞ്ഞത്. ഒരു സപ്പോസ് ഒരു ഹോസ്പിറ്റലൈസേഷനല്ലേ, വണ്ടി ഒന്ന് ചെന്തി ഈ ക്യാഷ് മതിയോ? അപ്പൊ അതുകൊണ്ട് മോണിറ്ററി നോൺ മോണിറ്ററി ബെനിഫിറ്റും അത്യാവശ്യമാണ്. അപ്പൊ വി ഷുഡ് ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവിടെ സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ കൂടുതൽ ഞാൻ പറയാം. അപ്പൊ തിയറീസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ കമ്മിറ്റ്മെന്റ്, അതാണ് നമ്മുടെ ലാക്കിങ്. കമ്മിറ്റ്മെന്റ്. ഒരു ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി എനിക്ക് പറയാണ്ട്, ബിഫോർ വി ഗോ ഇൻ ഡീറ്റെയിൽസ്, യഥാർത്ഥത്തിൽ many students or learners and പുതിയതായിട്ടുള്ള ആളുകൾ, ജോലിയിൽ പ്രവേശിക്കുന്ന അനവധി ആളുകൾക്ക് ആറ്റിറ്റ്യൂഡിന്റെ ഇതല്ല ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അനവധി ആൾക്ക് ജോലി കിട്ടാതെ വരുന്നുണ്ട്. From my experience, I am just telling you, because നമ്മള് ജോലി കൊടുക്കാൻ തയ്യാറായിട്ട് പോലും അവസാന നിമിഷത്തില് എത്രയോ സന്ദർഭങ്ങളിലെ അപ്പോയിന്റ്മെന്റ് തിരിച്ചു മേടിക്കുന്ന സന്ദർഭം വന്നിട്ടുണ്ട്. കാരണം ആറ്റിറ്റ്യൂഡ്സ് അത് ശരിയല്ല എങ്കിൽ ചില സമയത്ത് എംപ്ലോയർ ഹി വോണ്ട് ലൈക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഉദാഹരണം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സാവും, എല്ലാം പാസ്സാവും. പക്ഷേ പേഴ്സണൽ ഇന്റർവ്യൂല്, അതിപ്പോ സിവിൽ സർവീസ് എക്സാമിനേഷനിലും ശരി, നിങ്ങൾ മെയിൻ പാസ്സായിട്ട് കാര്യമൊന്നുമില്ല, പേഴ്സണൽ ഇന്റർവ്യൂവിലും പാസ്സാവണം. ആ പേഴ്സണൽ ഇന്റർവ്യൂലാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഹൗ യുവർ മാനറിസം, അതേമാതിരി നിങ്ങളുടെ അതിലാണ് നോക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പലതും തെളിയിക്കേണ്ടത്, എന്നാലാണ് ജോലി കിട്ടൂ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് പ്ലേസ് എ വൈറ്റൽ റോൾ. അപ്പോൾ കമ്മിറ്റ്മെന്റ് ആണ് വേറെ. ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല. ജോലി കിട്ടിയാൽ മാത്രം പോരാ, അതിൽ നിങ്ങൾ വളരെ ലോയൽ ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ. ഇഫ് യു ആർ നോട്ട് ഹാവിങ് ദ കമ്മിറ്റ്മെന്റ്, യു കനോട്ട് ഗ്രോ ഇൻ ദ ഓർഗനൈസേഷൻ. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മേപ്പെട്ട് പോകാനും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന്, യു സാറ്റിസ്ഫൈ വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങൾ അപ്പൊ ചിലപ്പോൾ ഒരു ജോലി നമ്മൾ അർഹിക്കുന്ന ജോലിയല്ല, ചില സമയത്ത് നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ലെസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക.
കാരണം ഒരു MCOMോ അല്ലെങ്കിൽ PhDയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകളെ പിയുന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. മനസ്സിലായില്ലേ? അതായത് 5ാം ക്ലാസ് യോഗ്യത സൈക്ലിംഗ്. അപ്പൊ ഇവിടെയുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്ന ഉദാഹരണം, അതായത് ഒരു ഏകദേശം 20 ലക്ഷത്തോളം അപ്ലിക്കേഷൻ വന്നു അവിടെ 5 പിയുന്റെ പോർഷന്. അപ്പൊ അതിൽ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ 5ാം ക്ലാസ് ചോദിച്ചിട്ടുണ്ട് സൈക്ലിംഗ്. പക്ഷെ അപ്ലൈ ചെയ്ത് MPhilഉം മറ്റുള്ള പലരും ആണ് അപ്ലൈ ചെയ്തത്. പക്ഷേ അവസാനം ഇന്റർവ്യൂവിൽ ചോദിക്കാനുണ്ടായി, എന്താണ് നിങ്ങൾ ഇത്ര ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് എന്തതിന് അപ്ലൈ ചെയ്യാൻ കാരണം ചോദിച്ചപ്പോ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അതുകൊണ്ട് ഉള്ള എന്തെങ്കിലും ജോബെങ്കിലും കിട്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മളെ ജീവിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ സി പീപ്പിൾ ആർ ഹാവിങ് ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്നുവെച്ചാൽ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ശരി, ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അപ്ലൈ ചെയ്തു. മനസ്സിലായില്ലേ? പിന്നെ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്. ചിലപ്പോ ആറ്റിറ്റ്യൂഡ് ചില ചേഞ്ചസ് വരും. പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. അതും കൂടി ഉണ്ട്. ചില സമയത്ത് നമ്മൾ ഇന്നത്തെ ആറ്റിറ്റ്യൂഡ് ആവില്ല നാളെ, നമ്മൾ മാറിയേ പറ്റൂ. മാറും. അതൊക്കെ സാഹചര്യങ്ങളാണ് ഓരോന്ന്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ അരോഗ്യന്റ് ആയെന്ന് വെച്ചാൽ നാളെ നല്ല ആളായിട്ട് പരിണമിക്കും ചില സമയത്ത്. അപ്പൊ അതൊക്കെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ആണ്. പിന്നെ ആറ്റിറ്റ്യൂഡ് റെഫർ ഫീലിംഗ്സ് ആൻഡ് ബിലീഫ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോരുത്തരുടെ ഫീലിംഗ് ആൻഡ് ബിലീഫ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് അതർ പീപ്പിൾ. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ഓബ്ജക്റ്റ് വെൻ എ പേഴ്സൺ സേ ഐ ലൈക്ക് മൈ ജോബ്, ഞാൻ എൻ്റെ ജോബിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എന്ന് കണക്കാക്കാം. Attitude can lead to an intended behavior if there are no external intervention. Attitudes constitute a psychological phenomena. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും സൈക്കോളജിക്കൽ ഇതാണ്. നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ, ആ പ്ലസന്റ് ആയിട്ടുള്ള മുഖം കാണുമ്പോൾ തന്നെ ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ചില. മനസ്സിലായില്ലേ? അപ്പൊ ആറ്റിറ്റ്യൂഡ് ചില സമയത്ത് ഇതാണത്. നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ പ്ലസന്റ് ആവില്ല, ഒന്നുമില്ല, ചിരിക്കൂല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? സോ അസസിങ് കോൺസിക്വൻസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഈസ് വെരി റെഗുലർ, ഒരാള് ഒരു ജോലിയിൽ റെഗുലർ ആണ് വിചാരിക്കുക, അതിന്റെ അർത്ഥം ഹി ലൈക്സ് ദ ജോബ് പ്രോപ്പർലി. അപ്പോ അയാൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അയാളുടെ ജോലി ചെയ്യുന്നു. അപ്പൊ ഹി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. അപ്പോ ആറ്റിറ്റ്യൂഡ്സ് ആർ ഗ്രാജുവലി അക്വയർഡ് ഓവർ. ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നല്ല ആറ്റിറ്റ്യൂഡ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കുന്നു. അങ്ങനെയാണ്. അതായത് സ്ലോലി ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളർന്നു വരുന്നത്. നൗ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. The word attitude is derived from the Latin term aptus, and which means a subjective or mental state of preparation for action. Otherwise, an attitude is an effective byproduct of previous attitude. പറഞ്ഞ പണ്ടത്തെ എക്സ്പീരിയൻസ് കൂടി നോക്കിയിട്ട് വേണം എങ്ങനെയാണ് അതായത് പണ്ട് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഒരാള് പണ്ട് സപ്പോസ് സിഗരറ്റ് വലിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആകണം, പക്ഷെ അതിന്ന് മോക്ഷം കിട്ടി, പിന്നെ അതൊക്കെ നിർത്തി അവരുടെ യാതനകളെല്ലാം അവർ മനസ്സിലാക്കി പിന്നീട് അവർ നല്ലൊരു ന്യൂ പേഴ്സൺ ആയിട്ട് പരിണമിക്കുന്നു. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നു. It can also be said an attitude is the result of one desire and group of stimulation. It is part of personality of human. ഇതൊരു ആളുടെ പേഴ്സണാലിറ്റിയാണ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ചിലവരെ നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും അവരുടെ മുഖം കാണുമ്പോൾ പ്ലസന്റ് ആയിട്ടുള്ള വളരെ കാമായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരും. മനസ്സിലായില്ലേ? ആറ്റിറ്റ്യൂഡ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ലൈക്സും. ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടത്തില്ല, ചിലത് എമോഷണൽ ആയിരിക്കും, അല്ലേ? പിന്നെ ഈ സ്കിന്നർ ഡിഫൈൻഡ്, ഓതറാണ് 1966 an attitude a generalized disposition towards a group of people and is promotionally intended. അതായത് ഒരു ഗ്രൂപ്പിനോട് ഇങ്ങനെ പെരുമാറുന്നു, അതിനെ പറ്റിയിട്ട്. സി ടൈപ്സ് ഓഫ് കോമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് പോസിറ്റീവ് ആടുമ്പോൾ നമ്മൾ സന്തോഷവാനാവും, പങ്ക്ച്വാലിറ്റി ഉണ്ടാവും. ഓഫീസിലും എല്ലായിടത്തും പോകുമ്പോഴും പങ്ക്ച്വാലിറ്റി പറഞ്ഞാൽ ഓഫീസിൽ പോകുമ്പോൾ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും പങ്ക്ച്വാലിറ്റി വേണം. സി വെൻ യു ആർ ഗോയിങ് ടു ക്യാച്ച് വൺ ബസ് ഓർ ട്രെയിൻ, യു ഷുഡ് റീച്ച് ഇൻ ടൈം, അതർവൈസ് ട്രെയിൻ വിൽ ഗോ. മനസ്സിലായില്ലേ? ഒരു ട്രെയിനാണ് പോയി എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത ടിക്കറ്റ് കിട്ടണം വെച്ചാൽ ചിലപ്പോഴൊക്കെ പണ്ട് 3 മാസം 4 മാസം പോലും ടിക്കറ്റ് കിട്ടിയതല്ല. ഇപ്പൊ പിന്നെ തത്കാലം മറ്റേതൊക്കെ ഉണ്ട്. പങ്ക്ച്വാലിറ്റി ഈസ് വെരി വെരി എസെൻഷ്യൽ. അതില്ല, നമുക്ക് പങ്ക്ച്വാലിറ്റി വളരെ കമ്മിയാണ് ജനങ്ങൾക്ക്. കാരണം പലർക്കും അത് പങ്ക്ച്വാലിറ്റി ഓക്കെ പോവാം എന്ന് അങ്ങനെയല്ല.
I will tell you, when I was in the government for 3 decades, ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ചരിത്രം ഇന്ത്യ ഉണ്ടായിട്ടില്ല. 1/2 മണിക്കൂർ മുമ്പേ ഞാൻ ഓഫീസിലെത്തും. ഈവൻ നൗ, ബിഫോർ ഐ എം ടേക്കിംഗ് ദ ക്ലാസ്, 45 minutes earlier reach here. പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാൽ അത് സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഞാൻ സപ്പോസ് ലേറ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ 9 മണിക്ക് ഓഫീസ് അല്ലെങ്കിൽ 9:30 ഓഫീസ് വെച്ചാൽ 9:05 ഞാൻ എത്തിയിട്ടില്ല എങ്കിൽ അർത്ഥം ഞാൻ ഉണ്ടാവില്ല, ലീവിലാണെന്ന് അർത്ഥം. അപ്പോൾ ആൻഡ് സിൻസിയറിറ്റി വേണം. നിങ്ങൾ യു ഷുഡ് ബി വെരി സിൻസിയർ, മനസ്സിലായില്ലേ? അപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലുണ്ടോ ചിലർ. ഇത് ആദ്യം പോസിറ്റീവ്. അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആളുകൾ, മറ്റുള്ളവരെ ഡൗട്ട് ചെയ്യുന്ന, എന്ത് ചെയ്താലും ഡൗട്ട് ചെയ്യും, ഫ്രസ്ട്രേഷൻ, അവർക്കൊരു ഹാപ്പിനെസ് ഇല്ല. അത് പിന്നെ ന്യൂട്രൽ, അയാൾ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല. ഇവർ വളരെ അപകടകരമാണ് കേട്ടോ. ഒരു ഡിസിഷൻ എടുക്കില്ല, അവർ മറ്റുള്ളവരുടെ തലയിൽ വയ്ക്കും. അതായത് ന്യൂട്രൽ. അവർ പറയട്ടെ, അവർ പറഞ്ഞവർ ചെയ്യാം. അപ്പൊ സ്വന്തമായിട്ട് ഒരു യാതൊരു ഇതുമില്ല, കഴിവില്ല. Tend to ignore their problems in life and wait for others to care of their problems. They are generally victims of complacency and are often unemotional. പിന്നെ വേറെ ചിലവരുണ്ട് എല്ലാം ബാഡ് ആയിട്ട് കാണുന്നത്. നമ്മുടെ അസംബ്ലിയിലൊക്കെ കാണാൻ എന്ത് റൂളിംഗ് പാർട്ടി പറഞ്ഞാലും ചില സമയത്ത് മറ്റേ പാർട്ടി അത് ബാഡായിട്ട് കണക്കാക്കും. അങ്ങനെയല്ല, പല കാര്യങ്ങളും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അത് വിധത്തിൽ നമ്മൾ ചിലത് നമ്മളെല്ലാം ബാഡായിട്ട് കാണുക വെച്ചാൽ നമുക്ക് അല്ല, പിന്നെ നെഗറ്റീവ് അത് പിന്നെ അതിൽ ഡോമിനേറ്റ് ചെയ്യും. പിന്നെ കോമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, അഫക്റ്റീവ്, ABC. A for affective, emotional. B for behavior, cognitive. അതായത് then C for cognition, അതായത് ഇൻഫർമേഷൻ. ഓക്കെ, അതാണ്. പിന്നെ യെസ്, ഓക്കെ, കോഗ്നിഷൻ പറഞ്ഞ അറിവ് കേട്ടോ, അറിവ്. അടുത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ കളക്ഷൻ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീലിംഗ് ടുവേർഡ്സ് വൺസ് ജോബ്. ഒരു ജോബിനോട് നിങ്ങൾ കൂറ് പുലർത്തുന്നുണ്ടോ ഇല്ലയോ? ഇറ്റ് ഷോസ് ദ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടുവേർഡ്സ് ദ ജോബ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ജോബിനോട് കൂടുതൽ കൂറ് കാണിക്കും. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ. അപ്പോ കമ്പനിയിൽ നിന്ന് എന്ത് കിട്ടുന്നു, റിവാർഡോ ശമ്പളോ എന്തോ കിട്ടുന്നു, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ മുഖപ്രസാദം. That are received from the employer. Job satisfaction is a part of life and it is influenced by lot of factors, the nature of job, one's inclination, job environment. ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഓഫീസിന്റെ എൻവയോൺമെന്റ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൺസെപ്റ്റ്, ആശയം. Several theories concerning the source of job satisfaction have been proposed in the organizational literature. These theories can be classified into one of the 3 categories. Theories. Situational theories, which hypothesize that job satisfaction results from the nature of one's job or other aspects of the environment. മനസ്സിലായില്ലേ? ഇതാണ് സിറ്റുവേഷണൽ തിയറി, വിച്ച് ഹൈപ്പോത്തസൈസ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ റിസൾട്ട് ഫ്രം ദ നേച്ചർ ഓഫ്, ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ. 2, dispositional approaches assumes that job satisfaction related to one's own mindset. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നു, അതാണ് ഡിസ്പോസിഷണൽ അപ്രോച്ച്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ത് പറഞ്ഞാൽ അതേമാതിരി നിങ്ങൾ ജോലി ചെയ്യുന്നു. അടുത്ത ഇന്ററാക്റ്റീവ് തിയറി പ്രപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് നേച്ചർ ഓഫ് വർക്ക് ആൻഡ് വൺസ് ഓൺ വ്യൂസ് അബൌട്ട് എ ജോബ്. ഒരാളുടെ സ്വന്തം അഭിപ്രായം, അതേമാതിരി ഒരു നേച്ചർ ഓഫ് വർക്കും അതാണ് പറ്റിയിട്ട്. All these factors cannot be isolated from each other. എല്ലാം ആവശ്യമാണ്. The most notable situational influence on job satisfaction is the nature of the work. എന്ത് ജോബാണ് നിങ്ങൾ ചെയ്യുന്നത്? വേറൊരു കാര്യം, നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ കിട്ടിയ പോസ്റ്റ് ചെറുതാണെന്ന് വെച്ചാൽ ചില സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടില്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഞാൻ പഠിച്ചതനുസരിച്ച് ജോലി കിട്ടിയിട്ടില്ല എന്ന്. നിങ്ങളിപ്പോ LLB അതേമാതിരി മാസ്റ്റർ ഓഫ് ആർട്സും അതേമാതിരി ഒക്കെ മേടിച്ചിട്ട് അവസാനം ഒരു LDC ആണ് കിട്ടിയ വിചാരിക്കുക. അപ്പോൾ 100% നിങ്ങൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഞാൻ പഠിച്ചത് കിട്ടിയില്ല എന്നുള്ള നില വരും. ഓക്കെ, റിസർച്ച് ഷോ ദാറ്റ് നേച്ചർ ഓഫ് വർക്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ ജോബ്. വർക്കാണ് ജോബ് സാറ്റിസ്ഫാക്ഷനിൽ. നിങ്ങൾക്ക് അനുയോജ്യമായ ജോബ് കിട്ടിയാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ തിയറീസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഹൈറാർക്കി ഓഫ് നീഡ്സ് പറയുന്നതാണ് 1, അത് മാസ്ലോ തിയറിയാണ്. എവിടെ ഇതിലുണ്ടോ? ഓക്കെ, അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നീഡ് 1 ആയ മറ്റേത്. 1ാം ക്ലാസ് പഠിച്ച 2ാം ക്ലാസ്, 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ്. നമ്മൾ അതേ പ്രകാരം ഫിസിയോളജിക്കൽ നീഡ്സ്, നമുക്കൊരു വീട് വേണം, വായു, വെള്ളം, ഭക്ഷണം, ഷെൽട്ടർ, ഇത് ആദ്യത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട്
നമ്മൾ അങ്ങനെ ഓരോന്നിനും നമുക്ക് സെക്യൂരിറ്റി വേണം. സൊസൈറ്റി, നല്ല നല്ല സമൂഹം, നാല് പുറമുള്ളത് വളരെ സെക്യൂർഡ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ എസ്റ്റീം, ഒരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം വേണം. അയ്യോ, അവൻ അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ അവൻ ഡോക്ടറാണ്. സൊസൈറ്റിയിൽ നിങ്ങളുടെ ഒരു സ്ഥാനം, മനസ്സിലായില്ലേ? പിന്നെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവസാനമാണ് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾ എത്തുക. ഐ വാണ്ട് ടു ബിക്കം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അവിടെ എത്തി. അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബിക്കം ചീഫ് മിനിസ്റ്റർ, യെസ്, അവിടെ എത്തി. ഐ വാണ്ട് ടു ബിക്കം CMD ഓഫ് ദ കമ്പനി ഓർ ജനറൽ മാനേജർ ഓഫ് ദ കമ്പനി, എത്തി. അതാണ് സെൽഫ്, നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥാനത്ത് എത്തുന്നത്. സോ അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഓർഗനൈസേഷൻ ബിഹേവിയർ, നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ. ജോബ് ഇൻവോൾവ്മെന്റ് ഇൻഡിക്കേറ്റ് പേഴ്സൺസ്, നമ്മുടെ ഇൻവോൾവ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ ജോബിലുള്ള ഇൻവോൾവ്മെന്റ് ആൻഡ് ദ ഡിഗ്രി വിച്ച് ഹി ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് ദ ജോബ്. എ പേഴ്സൺ വിത്ത് സ്ട്രോങ് ലെവൽ ഓഫ് ജോബ് ഇൻവോൾവ്മെന്റ്. ചിലവരെ എന്താണെന്ന് വെച്ചാൽ ജോബ് ഇൻവോൾവ്മെന്റ് കൂടുതലായിരിക്കും അവർക്ക്. ഇഫ് ഈസ് ഇൻവോൾവ്ഡ് വെൽ ഇൻ ഹിസ് വർക്ക്, വളരെ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, റേറ്റ് ഇൻക്രീസ് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. അതേമാതിരി നിങ്ങളുടെ ബോസ് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും, നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടും, പ്രൊമോഷൻ കിട്ടും, അങ്ങനെ കിട്ടും. Organization commitment is a mental state of an employee who identify himself with the organization. നമ്മൾ എന്തായാലും ഓർഗനൈസേഷന്റെ എന്താണ് ഗോൾ എന്ന് നോക്കണം, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെയും ഓർഗനൈസേഷനെയും ഗോൾ ഒന്നായിരിക്കണം. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുക, അങ്ങനെയൊക്കെ. വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യുക, അതൊക്കെ. ഹി വാണ്ട്സ് ടു കണ്ടിന്യൂ ഹിസ് മെമ്പർഷിപ്പ് വിത്ത് ഓർഗനൈസേഷൻ. അയാളുടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ജോബ് ഇൻവോൾവ്മെന്റ് ഐഡന്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് one's specific job, whereas organization commitment identify the attitude towards the employing organization. അതായത് ഓർഗനൈസേഷൻ കമ്പനിയോട് കൂറ്, മറ്റേത് നമ്മൾക്ക് സ്പെസിഫിക് ജോബിനോട് കൂറ്, മറ്റേത് കമ്പനിയോട് കൂറ്. ഓക്കെ, അടുത്ത് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് is the act of binding intellectually or emotionally to a course of action. When a person takes up a job, he is supposed to be making a commitment. നിങ്ങളൊരു ജോബ് നിങ്ങൾക്ക് കിട്ടിയ, നിങ്ങൾ ടേക്കിംഗ് അപ്പ് എ കമ്മിറ്റ്മെന്റ്. യെസ്, ഞാൻ ഈ ജോലി ചെയ്തോളാം, അല്ലേ? അല്ലേ? ഒരു ഡോക്ടറുടെ ജോബ് കിട്ടിയാൽ നിങ്ങൾക്ക് അറിയില്ലേ, ടു സേവ് ദ ലൈഫ് ഓഫ് ദ പേഷ്യന്റ്, യുനോ. അപ്പൊ അവർക്ക് അറിയാം എന്താണ്. അപ്പൊ അതിനുള്ള കമ്മിറ്റ്മെന്റ് വേണം. ഓക്കെ, ടു ഡു ദ ജോബ് വെൽ ആൻഡ് ഹിസ് എംപ്ലോയർ മേക്സ് എ കമ്മിറ്റ്മെന്റ് ടു കോമ്പൻസേറ്റ്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്താൽ അതിനുള്ള ശമ്പളം നിങ്ങൾക്ക് കിട്ടും. There are commitment to quality of work, പിന്നെ വർക്ക് ക്വാളിറ്റി, സിൻസിയാരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, സത്യസന്ധത, സിൻസിയാരിറ്റി. ഇതാണ് നമുക്ക് ഇല്ലാത്തത്. നമ്മുടെ രാഷ്ട്രം തന്നെ കറപ്ഷനിൽ എത്രയോ പിന്നിലാണ് മറ്റുള്ള രാജ്യത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ സിൻസിയാരിറ്റി, ഇന്റഗ്രിറ്റി, ഇതൊക്കെ അത്യാവശ്യമാണ്. ഇന്റഗ്രിറ്റി ഒരിക്കലും ഡൗട്ട്ഫുൾ ആവരുത്. സത്യസന്ധതയോടുകൂടി നമ്മൾ ഓരോ കാര്യം ചെയ്യണം. ജോലി ചെയ്യുമ്പോഴേ ശരി, ഫാമിലി ആയാലും ശരി, നമ്മൾ വളരെ സിൻസിയറായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ അനുഭവിക്കേണ്ടിയും വരും. മനസ്സിലായില്ലേ? പൈസയ്ക്കോ അതിന് വേറെ എന്തെങ്കിലും വേണ്ടി ഇന്റഗ്രിറ്റി, കാശുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി ആ കാശ് തിന്നാനുള്ള യോഗം ചിലപ്പോൾ ഉണ്ടാവില്ല. പേപ്പർ വായിച്ചാൽ മതി. അവിടെ അസറ്റ് ഇത് ചെയ്തു, മോഡ്ഗേജ് ചെയ്തു, ഗവൺമെന്റ് എടുത്തു, മറ്റത് എടുത്തു, ഇത്ര ഏക്കർ സ്ഥലം ഗവൺമെന്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ചിലർ കായൽ തീരം കൈയടക്കി അവിടെ ബിൽഡിംഗ് വെച്ച് അത് 18 നില അത് ഡൈനാമിറ്റ് പൊളിച്ച് കീപ്പട്ട് വീഴ്ത്തിയൊക്കെ ഉണ്ടല്ലേ ഡൽഹിയിലെ. അപ്പൊ ചിലപ്പോ നിങ്ങൾ കാശിന്, നമ്മൾ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന് ധാരണയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തിന്നാനുള്ള യോഗം ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. സോ ക്യാരക്ടർ, അപ്പോ സത്യസന്ധതയോടുകൂടി, ഇന്റഗ്രിറ്റിയോടുകൂടി, ഹോണസ്റ്റിയോടുകൂടി, ലോയൽറ്റിയോടുകൂടി, ഡെഡിക്കേറ്റഡ് വേ നമ്മൾ ജോലി ചെയ്യുക. സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്മിറ്റഡ് പീപ്പിൾ. അപ്പൊ കമ്മിറ്റഡ് പീപ്പിൾ പറഞ്ഞാൽ എന്താ, അവർക്ക് എന്താണ്? കറേജ്, കൺവിക്ഷൻ, ലോയൽ. അവരെപ്പോഴും ഒരു വിഷൻ ഉണ്ട്. അവർക്ക് ടഫായിരിക്കും. അവര് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഹാപ്പി, വളരെ സന്തോഷകരം. അവര് ജോബ് വൃത്തിയായിട്ട് ചെയ്യുന്നു. അവർ എക്സ്റ്റേണൽ പ്രഷർ ഒന്നും ഉണ്ടാവില്ല അവർക്ക്. സോ എഫക്റ്റ് ഓഫ് എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ്. എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ പറഞ്ഞില്ല, റിലേഷൻഷിപ്പ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ആറ്റിറ്റ്യൂഡും തമ്മിൽ ക്ലോസ് റിലേഷൻ ആണ്. An employee will show positive attitude towards work when he or she is fully satisfied. പറഞ്ഞു. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ശമ്പളം,
പ്രൊമോഷൻ, ജോലി, സൂപ്പർവിഷൻ, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓർഗനൈസേഷനോട് കൂറ് കാണിക്കും. പിന്നെ എംപ്ലോയീസിന്റെ ഏതെല്ലാം വിധത്തിൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ വർക്കർമാരുടെ? ഒന്ന്, ഫുൾഫിൽമെന്റ് ഓഫ് സീക്ക്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ അച്ചീവേഴ്സ്. ചിലർക്ക് വളരെ ഞാൻ മാനേജർ ആവണം, ജനറൽ മാനേജർ ആവണം, ആ ലെവൽ എത്തണം, ഡയറക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ അവരെത്തും. പിന്നെ ചിലവരുണ്ട് ക്ലോക്ക് മെല്ലെ 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 പോകുന്നവരൊക്കെ ഇട്ടല്ല, അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട്. ചില റിസ്ക് റിസ്ക് എടുക്കണം. ചിലപ്പോൾ ലൈഫിൽ റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. ചിലപ്പോ അത് എടുക്കാൻ തയ്യാറ. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് റിസ്ക് അല്ലേ? ചിലപ്പോ അടിക്കും, ചിലപ്പോൾ അടിക്കില്ല. അപ്പൊ ചിലപ്പോൾ റിസ്ക് എടുത്തേ പറ്റൂ ചിലപ്പോ, അല്ലേ? ചിലപ്പോൾ നമ്മളെ ആകാശത്തിലേക്ക് സ്പേസ് പ്രോഗ്രാംസിൽ ചിലപ്പോൾ കീപ്പെട്ട് വീഴുന്നു. റിസ്ക് ചിലത് എടുക്കേണ്ടി വരും, അല്ലേ? പിന്നെ ലാഡർ ക്ലൈംബേഴ്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പേച്ചക്ക്, ചിലർ കാശിന് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്നു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്. 1. Psychological attitude of a person is determined by many factors like ideas, values, belief, perception, വീക്ഷണം, ആറ്റിറ്റ്യൂഡ്. മനസ്സിലായ? രണ്ടാമത് ഫാമിലി. നല്ല ഫാമിലി, എഡ്യൂക്കേറ്റഡ് ഫാമിലി എന്ന് വരുമ്പോൾ അത് കുട്ടികളിലും സാരമായിട്ടും അത് അഫക്റ്റ്. അതായത് നല്ലതായിട്ട് വീടാണ് ആദ്യം നമ്മുടെ സ്കൂള്. രക്ഷിതാക്കന്മാര്, മാതാപിത ഗുരുദേവ്. മനസ്സിലായില്ലേ? അപ്പൊ ഹോം അല്ലെ, നമ്മൾ എങ്ങനെ വളരുന്ന സാഹചര്യത്തിൽ അതനുസരിച്ച് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്. പല കുട്ടികളും ചിലപ്പോൾ വളരെ വയലന്റ് ആയിരിക്കും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വയലന്റ് ആയിരിക്കും. സ്കൂളിൽ വന്നാൽ പറഞ്ഞ കേൾക്കില്ല ടീച്ചർമാർ. അപ്പോൾ ഇതേമാതിരി ഒരു സന്ദർഭം ഞാൻ ഉദാഹരണം പറയാണ്. ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഫേക്കൽറ്റിമാർക്ക്, ലെക്ചർമാർക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. പറഞ്ഞു എന്നോട് ഒരു പ്രിൻസിപ്പിൾ സം ടൈം ബാക്ക്. അതായത് ഈ ഫാക്കൽറ്റിമാരൊക്കെ PhD-കാരാണ്, 10-12 PhD-കാരാണ്. അവർക്ക് ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്തു. സോ ഒരുപടി ആളുകൾ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നില്ല. ഫാക്കൽറ്റിക്കല്ലേ പ്രോബ്ലം, ക്ലാസ്സിൽ പോകാൻ വയ്യായ, അല്ലാണ്ട് കുട്ടികൾക്കല്ലല്ലോ. അപ്പൊ അന്വേഷിച്ച സമയത്ത് കുട്ടികൾ ചിലർ വയലന്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തവരോട് പറഞ്ഞു എന്നുള്ളത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളെ എല്ലാം ഈക്വലായിട്ട് കാണണം. പഠിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ പ്രിഫറൻസ്, മറ്റുള്ള കുട്ടികളെ വീക്കായിട്ട് കാണിക്കുക, അങ്ങനെയല്ല. യു ഷുഡ് ഗീവ് പ്രിഫറൻസ് ടു ദി വീക്ക് സ്റ്റുഡൻസ്. ആൻഡ് അവരെ നമ്മൾ കെയർ എടുത്ത് അഡീഷണൽ ട്യൂട്ടോറിയൽ കൊടുത്തിട്ട് അവരെ കൊണ്ടുവരാം. പിന്നെ അവരെ കൗൺസിൽ ചെയ്യണം. എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അന്വേഷിച്ചപ്പോ ഒരു വീട്ടിലെ ഒരു കുട്ടി എന്നും അച്ഛനും അമ്മയും വഴക്ക്, വൈകുന്നേരം അതേമാതിരി എപ്പോഴും വഴക്ക്. കുട്ടി ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെയും അച്ഛനും അമ്മയും വഴക്ക്. അപ്പൊ ദേഷ്യത്തില് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല, അച്ഛനും കൊടുക്കുന്നില്ല, അമ്മയും കഴിക്കുന്നില്ല, കുട്ടിക്കില്ല. അപ്പൊ കുട്ടി സ്റ്റൊമക്കിൽ ഒന്നും ഇല്ലാതെ സ്കൂളിലേക്ക് വരണേ, വീട്ടിലത്തെ ഈ പ്രശ്നം കൊണ്ട്. അതേമാതിരി സാമ്പത്തികമായിട്ട് ചിലപ്പോൾ പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് കൗൺസിൽ ചെയ്തിട്ട് കുട്ടികളെ നമ്മൾ നാളെ നമ്മളെ ഇന്ത്യയുടെ പൊതു സ്വത്താണ് എന്നുള്ള നിലയ്ക്ക് the teachers, they have to play a vital role to develop the student's character. അല്ലാണ്ട് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോരുത്. 8 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ ആകുമ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കരുത്. You have to do extra work. A good teacher will be remembered forever. മനസ്സിലായില്ലേ? ആൻഡ് ബാഡ് ടീച്ചർ ആൾസോ. മനസ്സിലായില്ലേ? നമ്മളെ പഠിപ്പിച്ച നല്ല ടീച്ചർമാരെ ഒരിക്കലും നമ്മൾ മറക്കില്ല. മനസ്സിലായില്ലേ? എന്താ കാരണം? ആ കുട്ടികളോട് അതേമാതിരി ബിഹേവിയർ അവർക്ക് അറിയാം, എപ്പോ വേണിച്ചാലും അവരെ അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ടീച്ചർ എന്ന് പറയുന്നത് വി ഷുഡ് കീപ് സ്മാൾ ലിറ്റിൽ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റുഡന്റ് ആൻഡ് ഗുരു ടീച്ചർ. അല്ലാണ്ട് തോളിലിട്ട് ചായ പിടിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക ഒരുമിച്ച്, അതല്ല ഫ്രണ്ട്ഷിപ്പ്. ആൾ യു ടു കീപ് ലിറ്റിൽ ഗ്യാപ്പ്. ലിറ്റിൽ പറഞ്ഞാൽ നിങ്ങൾ ഗുരുവാണ്, അത് ടീച്ചറാണ്, നിങ്ങൾ നിന്ന് പഠിക്കുന്ന. അപ്പൊ ചിലപ്പം അല്ലെങ്കിൽ എന്തുണ്ട്, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അവര് കേൾക്കില്ല. അപ്പൊ അവനവന്റെ ഡെക്കറം മെയിൻറ്റെയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. കുട്ടികളെ സ്നേഹിക്കണം എന്നല്ല, കുട്ടികളെ സ്നേഹിക്കണം.
അവർക്ക് പല സാഹചര്യങ്ങളാണ് അവർ വരുന്നത്. ഫീസ് കൊടുക്കാൻ കാശുണ്ടാവില്ല. അങ്ങനെയല്ല. അപ്പം നമ്മളിതെല്ലാം കണ്ടറിഞ്ഞ് കുട്ടികളെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവഹേളിയാകുമ്പോൾ അത് കുട്ടികൾക്ക് വലിയ വിഷമാവും. പിന്നെ സൊസൈറ്റി എന്ന് അറിയാലോ, നല്ല സൊസൈറ്റി എന്ന് വരുന്നൊക്കെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സൗണ്ട് എക്കണോമിക് എന്ന് വരുന്ന ഒരാള് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്സ്. അപ്പോ ഇവിടെ ടൈപ്സ് ഓഫ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ഇവിടെ പറയാനുള്ളത് കൺഗ്രുവന്റ് ചേഞ്ച്, അതായത് പൊരുത്തം, ചേഞ്ചിനുള്ള പൊരുത്തം, ചേഞ്ചിനോടൊപ്പം നിങ്ങൾ മാറണം. അതിനെ ഇൻകൺഗ്രുവന്റ്, അതായത് പൊരുത്തമില്ലാത്തത്. ബാരിയേഴ്സ് ടു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്: പ്രിയോർ കമ്മിറ്റ്മെന്റ്, സ്ട്രോങ് കമ്മിറ്റ്മെന്റ്, പബ്ലിക്കലി എക്സ്പ്രസ് ആറ്റിറ്റ്യൂഡ്, ലോ ക്രെഡിബിലിറ്റി, ഡിഗ്രി ഓഫ് ഫിയർ. ചിലപ്പോഴേ നിങ്ങൾക്ക് അയ്യോ ഞാൻ അങ്ങനെ ചെയ്താൽ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡിനുള്ള പ്രശ്നം വരും. അപ്പൊ അയ്യോ ഞാൻ അങ്ങനെ ചെയ്ത് എങ്ങനെ വരും? ഇൻസഫിഷ്യന്റ് ഇൻഫർമേഷൻ. ചിലപ്പോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എപ്പോഴും പ്രശ്നമാണ്. ഇൻസഫിഷ്യന്റ് ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാരിയർ ആണത്, അതായത് തടസ്സം. ലാക്ക് ഓഫ് റിസോഴ്സ് ഇല്ല വിചാരിക്കുക, അപ്പോഴും പ്രശ്നമാണ്, ബാരിയറാണ്. ഇംപ്രോപ്പർ റിവാർഡ് സിസ്റ്റം. നിങ്ങൾ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് ശമ്പളം ഇല്ല വിചാരിക്കുക. നമ്മുടെ ഇപ്പോ എന്താ പറയണ്ടേ, ഓരോരുത്തർ ശമ്പളം കിട്ടിയിട്ട് വേണം ചിലപ്പോൾ മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ വീട്ടിൽ അരി വാങ്ങാൻ. ചിലപ്പോൾ ശമ്പളം കിട്ടിയില്ല എന്ത് ചെയ്യും? അല്ലെങ്കിൽ റിവാർഡ് കിട്ടിയില്ല വിചാരിക്കുക, ബോണസ് കിട്ടിയില്ല, PF ഇല്ല. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ കാണും. സോ വേസ് ഓഫ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്: ഇൻസഫിഷ്യന്റ് ഇൻഫർമേഷൻ, ആറ്റിറ്റ്യൂഡ് മൈ ചേഞ്ച് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ബൈ ഇവോൾവിംഗ് ഡിസ്ക്രബൻസീസ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. പെർsuasion, ഫ്രണ്ട്, മറ്റുള്ളവരും നല്ല ഫ്രണ്ടുകളോട് നിങ്ങൾ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. നല്ല ആളുകളോട് കൂട്ട്. സിൻസ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ നല്ല ആളുകളോടും നല്ല ഗ്രൂപ്പിനോട് കൂടി സഹവാസം. വൺ വേ ടു, അറിയില്ല ഇപ്പോഴത്തെ ഡ്രഗും മറ്റേതൊക്കെ, നല്ല ഗ്രൂപ്പിനോട്, അതാണ് പറഞ്ഞത് സഹവാസം. മറ്റുള്ളത് പെട്ടെന്ന് നമ്മളെ മാറും, അതിനിടവരുത്തരുത്. ഒരു പുക ഇങ്ങോട്ട് കിട്ടിയാ നല്ലതാണ് പറഞ്ഞ് ഞാനൊന്ന് ലഹരി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിർത്താനും പറ്റില്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? വൺ വേ ടു ചേഞ്ച് the attitude is to modify one or the other. Fear can also, attitude change ചെയ്യാൻ പറ്റും, ചിലപ്പോൾ പേടിയായിരിക്കും. Situational change can transform attitude. ചില സന്ദർഭങ്ങളിൽ well established attitude tend to resistant to change, but flexible attitude may be more amenable to change. അത് റിജിഡ് ആറ്റിറ്റ്യൂഡും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്, മനസ്സിലായില്ലേ? അടുത്തത്, സോ ആറ്റിറ്റ്യൂഡ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് they can guide thought, behavior and feelings. The attitude change occurs when a person goes from being positive to negative. അപ്പൊ നമ്മുടെ ബിഹേവിയർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ മാറും. നെഗറ്റീവ് ആണെന്ന് അപ്പോഴും ബിഹേവിയർ തന്നെയാണ് അല്ലേ? നെഗറ്റീവ് ആവുമ്പോഴും ഒരു ബിഹേവിയർ അല്ലേ? പക്ഷെ ഓർക്കണം, അവൻ എന്തുകൊണ്ട് നെഗറ്റീവ് ആയി. സാഹചര്യം, ചിലപ്പോ അവൻ വളർന്നു വന്നത്, ഒക്കെ പല, ചിലപ്പോൾ അച്ഛനുണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, ഓർഫണായിരിക്കും, പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളിതൊക്കെ വളരെ കാരുണ്യമായിട്ട്, വളരെ ഇതായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾ, ഇതൊക്കെ നമുക്ക് ഓഫീസിൽ കാണാം. ഞാനും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഉദാഹരണം പറയാൻ എന്തുകൊണ്ടാണെന്ന്. ഒരു പയ്യൻ എപ്പോഴും അവൻ ലേറ്റ് ആയിട്ട് വരും. അപ്പൊ ഞാൻ HR ഹെഡ് ആക്ച്വലി. സോ ഞാൻ എപ്പോഴും ഇതെന്ത്, കാരണം അവിടെ 5 മിനിറ്റിന് മീതെ 3 പ്രാവശ്യം അലൗഡ് മാസത്തില്. അപ്പൊ അല്ലെങ്കിൽ ഹാഫ് ഡേ പോവും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പിന്നെ ഇപ്പോഴും ലേറ്റ് ആയിട്ട് വരണം. അപ്പൊ റിപ്പോർട്ട് വരാൻ തുടങ്ങി, ഇവൻ ലേറ്റ് ആയിട്ട് വരണം. അപ്പൊ ഞാനത് പിന്നീട് ഞാൻ പെട്ടെന്ന് ആക്ഷൻ എടുത്തില്ല. എന്തോ ദൈവസഹായം, ഞാനൊരു ആക്ഷൻ, എനിക്ക് വേണമെങ്കിൽ അവനെ സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം, വാണിംഗ് കൊടുക്കാം, സെൻസറിങ് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. പക്ഷേ ഞാൻ ഇതെന്താണ് പരിപാടി, റീസൺ അറിഞ്ഞപ്പോൾ ഞാൻ മൂക്കത്ത് വിരല് വെച്ച് പോയി. ഹി വാസ് ഹാവിങ് ബ്ലഡ് ക്യാൻസർ. അവൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി പോവാണ് രാവിലെ. ആരോടും പറയുന്നില്ല, അവൻ്റെ അസുഖം ആരോടും പറഞ്ഞിട്ടില്ല.
അവനത് കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ വരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ ഇത് അറിഞ്ഞത് ഞാൻ ആരോടും പറയാതെ മനസ്സിൽ വെച്ചു. പിന്നീട് ഞാൻ അവൻ ലേറ്റായി വരുന്നതിന് ഞാൻ കണ്ണ് ചിമ്പി. ഞാനൊന്നും അതിന് ആക്ഷൻ എടുത്തില്ല. കാരണം നമ്മുടെ ധർമ്മമാണത്, ഒരാളെ സഹായിക്കേണ്ടത്. വെൻ ഈസ് ഇൻ ക്രിട്ടിക്കൽ ദിസ് തിങ്. ഒന്ന് ബ്ലഡ് ക്യാൻസർ നിങ്ങൾക്ക് അറിയാലോ, അധികാലം ജീവിച്ചിരിക്കില്ല. അപ്പോൾ നമ്മളാ ചെയ്യുന്ന ഇത് അവൻ ചെയ്യട്ടെ, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വെച്ചാൽ രക്ഷപ്പെട്ടെ. പക്ഷെ ഞാനിത് മറ്റുള്ളവരോട് ആരോടും പറഞ്ഞില്ല. അപ്പോൾ വളരെ ലീനിയൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ കാര്യങ്ങൾ നോ ഹീസ് നോ മോർ യുനോ. പക്ഷേ എനിക്കിത് അപ്പോൾ എന്താ പറയുക, പലരും എന്നോട് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തില്ല. അപ്പോൾ സാറെന്താ ആക്ഷൻ എടുക്കാത്ത, ഞങ്ങളൊക്കെ ടൈമിന് വരില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കും. പക്ഷേ അൺലെസ് യു നോ വെരിഫൈ ദ ഫാക്ട്, നമ്മളെ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ പെട്ടെന്ന് എടുത്ത് ചാടരുത്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ. അപ്പൊ പോസിറ്റീവ് ചേഞ്ചസ് ഹെൽപ്പ് ഇൻ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ പെർഫോമൻസ്. അതുകൊണ്ട് എനിക്കൊരു നഷ്ടം വന്നിട്ടില്ല. പക്ഷേ ആത്മസംതൃപ്തി, ഞാൻ അവന് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റിയല്ലോ എന്നുള്ള സംതൃപ്തി. The biggest challenge before an organization is to convert negative attitude towards work and work plan into positive. ആരും മോശമല്ല, ആരും നല്ലതുമല്ല. മോശമുള്ളവര് നല്ലതുമായിട്ട് വരും. എത്രയോ ഞാൻ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ മോശമുള്ള ആളുകളെ നല്ല ആളുകൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലവരായ ചീത്തയായിട്ടും കൺവേർട്ട് ചെയ്ത് അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക വീക്കായിട്ട് എവർക്കെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഇതൊക്കെ കൗൺസിലിംഗ് എല്ലാം കൊടുത്തവർ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അത്തരത്തിലായിരിക്കണം നമ്മുടെ. അപ്പോൾ വി ഷുഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻ ദ ആൾട്ടിറ്റ്യൂഡ്. അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ മേപ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ചെക്കിപ്പെട്ട് പോകും. മനസ്സിലായില്ലേ? യൂണിറ്റ് 4 ലേണിംഗ് നേച്ചർ ആൻഡ് തിയറീസ്. നോക്കൂ, ഇതിൽ പറയാനുള്ളത്, നിങ്ങളെ എപ്പോഴും പഠിക്കുന്നു. ഞാനെല്ലാം പഠിച്ചു, MA പാസ്സായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി, IAS പാസ്സായി, എല്ലാം ആയോ? ജീവിതത്തിൽ എന്താ നിങ്ങൾ പഠിക്കുന്നത്? സിവിൽ സർവീസ് മാത്രമല്ലേ പഠിച്ചുള്ളൂ. സിവിൽ സർവീസ് പറഞ്ഞാൽ ശരിയാണ്, നല്ലതൊക്കെയാണ്. പക്ഷെ എത്രയോ പഠിക്കാൻ കിടക്കുന്നു സിവിൽ സർവീസിൽ. നിങ്ങൾ പരീക്ഷയുടെ പാസ്സായി എല്ലാം പഠിച്ചോ? എന്താണ് പബ്ലിക്കിന്റെ പ്രശ്നം എന്താണ്, ഒരു ഡിസ്ട്രിക്റ്റിലത്തെ പ്രശ്നം എന്താണ്, ഒരു സ്റ്റേറ്റിന്റെ പ്രശ്നം എന്താണ്, ജനങ്ങളുടെ പ്രശ്നം എന്താണ്, ഇതറിയാൻ വേണ്ടിയാണ് UPSC പരീക്ഷ കഴിഞ്ഞാൽ, നിങ്ങളെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനടി ഭാരത ദർശനുണ്ട്. യു ഷുഡ് നോ വാട്ട് ഇന്ത്യ ഈസ്. ഡിഫറെന്റ് ലാംഗ്വേജസ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, ഡിഫറെന്റ് യൂണിയൻ ടെറിട്ടറീസ്, ഇതെല്ലാം കണ്ടുവരണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ UPSC പാസ്സായി അവർക്കൊക്കെ ട്രാൻസ്ഫറബിൾ ജോബാണ്. നിങ്ങൾ ഇന്ന് സ്റ്റേറ്റിലായിരിക്കും, നാളെ സെൻട്രലിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. എന്താണ് ഇന്ത്യ എന്ന് ആദ്യം അറിയണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് അയക്കുന്നത്? പഠിക്കാൻ. ഓരോരോ ഭാഷ, ഓരോരോ ഭക്ഷണ രീതി, ഡൈവേഴ്സിറ്റി. മനസ്സിലായില്ലേ? ഇങ്ങനെ പല ലാംഗ്വേജസ്, 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്, എത്രയോ അൺഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ഭൂപ്രകൃതി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലയിടത്ത് മഴക്കാലുണ്ട്, ചിലയിടത്ത് ഡ്രൈ ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാം. സോ അപ്പോൾ ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ ഡിഫറെന്റ് അത് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. Generally, learning implies socialization leading to the modification of behavior. നിങ്ങൾ പഠിച്ചാലേ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ആവില്ലേ? നിങ്ങൾ ആദ്യം ആണോ? ഇപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു, നിങ്ങളുടെ ബിഹേവിയർ മാറുന്നു. പഠിക്കണേൽ ഒരു എൻഡില്ല. ഞാൻ എല്ലാം പഠിച്ചു എന്ന് ഒരിക്കലും ഐ നോ എവറിതിങ് എന്ന് ലോകത്തിൽ ആർക്കും പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തോ നമ്മൾ എന്നും വായിച്ചു കൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോടൊക്കെ, ലേണേഴ്സ്, ഡിയർ ലേണേഴ്സ്, എനിക്കറിയില്ല, ഇതിൽ കുറെ ചിലപ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഫ്രം മൈ എക്സ്പീരിയൻസ്, വാസ്റ്റ് എക്സ്പീരിയൻസ്, ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾ വായിക്കുക. അല്ലാണ്ട് സോഷ്യൽ മീഡിയ അല്ല. സോഷ്യൽ മീഡിയ ഒന്നും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല.
അവരുടെ റേറ്റിംഗ് കൂടാണ്ട് ഇല്ലാതെ ആളുകൾ മരിച്ചു. ഞാൻ എത്ര കണ്ടിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബിലൊക്കെ. മരിച്ചു, നടൻ മരിച്ചു, മറ്റോ മരിച്ചു, ജീവിച്ചിരിക്കുന്ന ആള് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പലതും ചെയ്യും. അപ്പോ ആക്ച്വൽ നോളേജ് നിങ്ങൾക്ക് കിട്ടണം വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കണം. പ്രിന്റഡ് ഡോക്യുമെന്റ് എന്താ അറിയാ, പ്രിന്റ് ചെയ്യുമ്പോൾ തെറ്റായി പ്രിന്റ് ചെയ്താൽ അവൻ കൊടുക്കും. നേരെ മറിച്ച് നിങ്ങൾ ഇന്റർനെറ്റിൽ തപ്പിയാൽ അതൊന്നും ഓതന്റിസിറ്റി ഇല്ല. നിങ്ങൾ ബുക്കിൽ നിന്ന് കിട്ടുന്നതോ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നത്, കാരണം അവിടെ തെറ്റ് ചെയ്താൽ പ്രിന്റിംഗ് ആരാണ് എഡിറ്റർ വെച്ചാൽ അവർ പിടിക്കും. അപ്പൊ നമുക്ക് ആക്ച്വൽ ഫാക്ട് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ബുക്ക് വായിച്ചിട്ടുള്ള നോളജാണ് നമുക്ക് വേണ്ടത്. ബുക്ക് വായിക്കുന്നത് ഇപ്പൊ കമ്മിയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നമുക്ക് വേണം, അതല്ല പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ അതൊക്കെ വേണം. പക്ഷെ നമ്മുടെ സമയം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കരുത്. ഓക്കെ, കമ്പ്യൂട്ടർ നമ്മൾ IT കിട്ടിയതൊക്കെ നമ്മൾ ജോലി ചെയ്യണമല്ലോ, അത് ജോലിയുടെ പാർട്ടല്ലേ, അതൊക്കെ ഓക്കെ. ഇപ്പൊ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് ചാനൽസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ, ഇല്ലേ? നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു പ്രോഗ്രാം പറയൂ നിങ്ങൾ, നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ്, നിങ്ങൾക്ക് അതായത് വളരെ നോളജ് കിട്ടുന്ന ഒരു ഒരു പ്രോഗ്രാം എന്ന് പറയൂ. ഒന്നില്ലെങ്കിൽ സീരിയല് കണ്ണുനീരും മരുമക്കളും തമ്മിലത്, അതേമാതിരിയുള്ള ഓരോ പ്രശ്നങ്ങൾ, അത് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ പോണം. അല്ലെങ്കിൽ ചതിക്കല്, കൊലപാതകം, മറ്റേത്, ഇത്തരത്തിലുള്ള ഓരോതാണ് നമ്മൾ കാണുന്നത് ചിലത്. പക്ഷേ ഒരു പ്രോഗ്രാം വിച്ച് ഐ ലൈക്ക്ഡ് വെരി മച്ച് ഈസ് അമിതാഭ് ബച്ചൻസ് കൗൻ ബനേഗാ കരോഡ്പതി. സി ഹൗ ഈസ് പ്രസന്റിങ്. എത്ര നോളജ് ആണെന്ന് നോക്കൂ, എത്ര വെൽ കൺട്രോൾഡ് ആണോ വിചാരിക്കൂ. എവരിബഡി ഈസ് ഹാപ്പി. എത്ര 20-25 കൊല്ലോ എന്തോ ആയിരുന്നു നോക്കൂ. ഇപ്പോഴും വളരെ ഡിമാൻഡിങ് ഒരു ഇതാണ്. നേരെ മറിച്ച് മറ്റുള്ള നമ്മുടെ ഇതൊക്കെ നോക്കൂ, ഈ വിശ്വസിക്കാൻ പറ്റാത്ത പല ന്യൂസും. ഞാൻ ഇപ്പൊ ഉദാഹരണം പറയാം, വിശ്വസിക്കാൻ പറ്റാത്തൊരു ന്യൂസ് ഞാൻ പറയാം. ഇന്നലെ രാവിലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മലയാളത്തിലും, നോക്കോളൂ. ഞാൻ എല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്നത്, അങ്ങനെ ഞാൻ പറയുന്നില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിങ്ങൾ അതിലങ്ങോട്ട് വിശ്വസിച്ചിരിക്കരുതെന്നാണ് പറയുന്നത്. ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ അട്ടപ്പാടിയിലെ ഒരു സ്ത്രീ, അവർക്ക് കാട്ടുന്ന പ്രസവവേദന എടുത്തിട്ട് വരാൻ റോഡില്ല അവിടെ, കാരണം അവിടെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, റോഡില്ല. തുണിയിൽ കെട്ടിയിട്ട് ഭർത്താവും മറ്റുള്ളവരാരൊക്കെ താങ്ങി 3.5 കിലോമീറ്റർ നടന്ന്, റോഡില്ല, ബ്രിഡ്ജില്ല, യാതൊന്നുമില്ല. ഭവാനിപ്പുഴ, അതിൽ ബ്രിഡ്ജില്ല, മുള കൊണ്ടാണ് ബംബു, അതിൻ്റെ മീതെ ചാടി കീഴിന്നിട്ട് എത്രയോ മണിക്കൂർ, 3.5 മണിക്കൂർ നടന്ന്, കാട്ടിക്കൂടെ നടന്ന്, വളരെ ഡേഞ്ചറസ്. ആനിമൽസ് ഉണ്ടാവും, ആന ഒക്കെ. അതൊക്കെ ഇറങ്ങിയിട്ട് ഈ സ്ത്രീയും കൊണ്ട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വന്നിട്ട്, എന്തോ ദൈവസഹായം കൊണ്ട് ഹെൽത്ത് സെന്ററിൽ വന്നിട്ടാണ് ആ സ്ത്രീ പ്രസവിച്ച്. അപ്പൊ 3.5 മണിക്കൂർ ആ കാട്ടുകൂടെ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ കൊണ്ടുവരേണ്ടി വന്നു. ഇത് പിടിച്ചിട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു മുളയുടെ ഒരു ഒരാള്, ഇപ്പുറത്ത് ഒരാൾ, അങ്ങനെ താങ്ങിയിട്ട് കൊണ്ടു. ഇത് റിപ്പോർട്ട് ചെയ്തു, ഏഷ്യാനെറ്റാണ്, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും വരുമ്പോൾ അവസാനം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറയുന്നു, അത് 3.5 കിലോമീറ്റർ അല്ല, വെറും 30 മീറ്റർ 300 മീറ്റർ ആണ്. അപ്പൊ ഭർത്താവ് പറയുന്നു ആ സ്ത്രീയുടെ, ഞാനല്ലേ നടന്നത് എന്റെ ഭാര്യയും കൊണ്ട്, അത് 30 അല്ലെങ്കിൽ 300 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1/2 മണിക്കൂർ കൊണ്ട് അടുത്തിക്കൂടെ? ഇത് 3.5 മണിക്കൂർ എന്തിനാ നടക്കുന്നത്? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, മിനിസ്റ്ററും കൂടി ഒന്ന് വരൂ, നമുക്ക് ഈ സ്ഥലം, ഈ ഞങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് നിങ്ങള് 1/2 മണിക്കൂർ കൊണ്ട് നടന്നെത്തോ നോക്കൂ. അപ്പൊ ചിലപ്പോൾ ന്യൂസ് ഒതന്റിക്കേറ്റഡ് അല്ല. നമ്മൾ ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് പലതും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറയേണ്ടത് വിശ്വസിക്കരുതെന്നല്ല, പലതും നമുക്ക്, ഞാൻ അതിനെ പറയലേ, എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്, ആ നടൻ മരിച്ചു, ഈ നടൻ, അവൻ ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്താ പറയുന്ന വെച്ചാൽ, ഈ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നത് മിക്കവാറും പലതും ചില സമയത്ത് അമേരിക്കയിലത്തെ ന്യൂസ് ആയിരിക്കും, ആസ്ട്രേലിയത്തേതായിരിക്കും നമ്മൾ ഇന്റർനെറ്റ് തപ്പിയാൽ കിട്ടുന്നത്. അത് ഇന്ത്യൻ എൻവയോൺമെന്റ് സൂട്ടബിൾ ആവില്ല. ഇന്ത്യയിലത്തെ കൾച്ചറും മറ്റതൊക്കെ ഡിഫറെന്റ് ആണ്. നമ്മളൊരു കേസ് സ്റ്റഡി, അമേരിക്കത്തെ കേസ് സ്റ്റഡിയും ഇന്ത്യയിലത്തെ കേസ് സ്റ്റഡിയും തമ്മിൽ ഡിഫറെന്റ് ഉണ്ട്, സാഹചര്യങ്ങൾ. സോ ലേണിംഗ് ഒക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ ലേണിങ്ങിലൂടെയാണ് ആളുകളെ പഠിച്ചിട്ട് നമ്മളെ മേപ്പിട്ട് വരുന്നത്.
അപ്പോൾ നമുക്ക് നമ്മുടെ ബിഹേവിയർ നമ്മൾ മാറും. ഓക്കെ, നെക്സ്റ്റ്, എവറി ആസ്പെക്ട് ഓർ ഹ്യൂമൻ ഡെവലപ്മെന്റ് പറയേണ്ട ആവശ്യമില്ല. ലേണിംഗ് വേരിയ പഠനം അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഞാൻ പറയാം, നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആദ്യം ചോദിക്കരുത്. പഠിക്കുക, പാസ്സാവുക, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് പ്രയോജനം വരും. പഠിക്കണ്ട. അതായത് ഞാനിത് പഠിച്ചിട്ട് എന്താ കാര്യം, അങ്ങനെ നിങ്ങൾ പഠിക്കരുത്. അപ്പോൾ പിന്നെ അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പഠിക്കുക, ഇന്ന് പോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ. എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇത് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനും വേറെ ഡിഗ്രീസ് എല്ലാം എടുത്തെടുത്തിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് 1 or 2 ഡിഗ്രി ഒക്കെ എടുത്തതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമാസും ഒക്കെ എടുത്തിട്ട് അവസാനം നിങ്ങൾ ആലോചിച്ചു, ഒരു ഇതും ഇല്ലാണ്ട് ഞാൻ ഞാൻ പേര് പറയുന്നില്ല, ഒരു ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തു. വേറെ ഈ ഒന്നും വെറുതെ ചുമ്മാ എടുത്താണ് ഞാനത്. ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ മറ്റുള്ള ഡിഗ്രീസ് കൊണ്ട് വേറെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ട്, ഇത് ഞാൻ വെറുതെ എടുത്താണ്. പക്ഷേ വെൻ ഐ വാസ് ഇൻ ദി ഗവൺമെന്റ് DRDO, അവിടെ മാനേജറിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വേക്കൻസി വന്നു. അവിടെ അപ്ലൈ ചെയ്തപ്പോൾ 2 ആള്, ഞാനുണ്ട് വേറെ ആളുണ്ട്. 2 പേരും എക്സ്പീരിയൻസ്. ഞാനാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്. ഹി വാസ് റിപ്പോർട്ടിംഗ് ടു മീ. ആക്ച്വലി ഹി വാസ് എൻ ഓഫീസർ, ഐ വാസ് ഡെപ്യൂട്ടി മാനേജർ അറ്റ് ദാറ്റ് ടൈം. സോ അറ്റ് ദാറ്റ് ടൈം എന്തിനു പറയുന്നു, ഇന്റർവ്യൂ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൽ റിട്ടേൺ ടെസ്റ്റ് ഇല്ല, മാനേജർക്ക് റിട്ടേൺ ടെസ്റ്റ് ഇല്ല. അതിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവസാനം ദിസ് സെലക്ടഡ് മീ. ഓക്കെ, നമ്മുടെ എബിലിറ്റി അല്ലാണ്ട് നമ്മൾ റെക്കമെൻഡേഷൻ കൊണ്ട് ഇതുവരെ നമ്മളൊന്നും, ഒരാളുടെ റെക്കമെൻഡേഷൻ വേണ്ടി നമ്മൾ പോയിട്ടില്ല, ഒരാളുടെ കാല് പിടിക്കാൻ പോയിട്ടില്ല, ഒരാളുടെ പൈസ മുടക്കിയിട്ടില്ല. ഒരു ഇതിലും നമ്മൾ സ്വന്തം ആത്മാർത്ഥമായി പരിശ്രമിച്ച് മാത്രമേ ഈ ലെവലെത്തിയിട്ടുള്ളൂ. അപ്പോ എനിക്ക് അത് എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോളൂ, ഇനിയാണ് രസം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഡയറക്ടറോട് ചെന്ന് ചോദിച്ചു, അയാള് ഡിസ്റ്റിംഗ്വിഷ്ഡ് സയന്റിസ്റ്റ് ആണ്. അയാളോട് ചോദിച്ചു, സർ 2 പേര് ഉണ്ടായിരുന്നു, എന്തിനാണ് എന്നെ സെലക്ട് ചെയ്ത് ചോദിച്ചു. തന്നെ സെലക്ട് ചെയ്ത് തനിക്കറിയില്ലേ ചോദിച്ചു. ഇല്ല. ഞാൻ പറഞ്ഞു, എന്താ സാറേ അത് പറയൂ. എന്നോട് പറഞ്ഞതെന്ന് അറിയോ, ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ലെന്ന്. ഇവിടെ വൺ തിങ്, 12:30 മണിയായി, ഇപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയില്ലേ, വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കൂ. ഈ ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് ഞാൻ പറയാം, ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വരൂ, ഊണ് കഴിഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്നിട്ട്, ഞാനും സാധാരണ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അങ്ങനെ അലമാറയിൽ വയ്ക്കും. ഞാൻ അവിടെ പോയിട്ട് ഈ പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് പോയിട്ട് ഞാൻ വായിച്ചതിന് ശേഷം ഊണ് കഴിച്ചു. അപ്പൊ ആ സർട്ടിഫിക്കറ്റിൽ എന്താ എഴുതിയെന്നറിയോ, those who are having this qualification. ഞാൻ കണ്ടിട്ടില്ല, എത്രയോ റിക്രൂട്ട്മെന്റ് ചെയ്ത ആളാണ്, എത്രയോ സർട്ടിഫിക്കറ്റ്, 1000കണക്കിലുള്ള സർട്ടിഫിക്കറ്റ്, 27 കൊല്ലം ഞാൻ ഹാൻഡിൽ ചെയ്ത റിക്രൂട്ട്മെന്റ് ഞാൻ കണ്ടതാണ്. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വായിച്ചില്ല. അതാ രസം. പോരെ, മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ വായിച്ച് ചെക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തർ റിക്രൂട്ട് ചെയ്തിരുന്നത് ഗവൺമെന്റിൽ. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വായിച്ചില്ല. അതിലെന്താ എഴുതിയെന്നറിയോ, എൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, those who are having this qualification is eligible to occupy the higher post in the central government or state government wide government of India gazette notification number so and so dated so and so, so and so dated so and so. 2 മിനിസ്ട്രിയുടെ ഇതുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്താണ്, ഹയർ പോസ്റ്റിന് എലിജിബിൾ ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രലും പറഞ്ഞിട്ട് താഴത്ത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ ഉണ്ട്. ആ കാരണത്തിലാണ് എന്നെ എടുത്ത്. ഞാൻ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് വെറും ഒന്ന് ചുമ്മാ അങ്ങോട്ട് അയക്കളയാന്ന് പറഞ്ഞ് നോക്കിയത്, അതാണ് എന്നെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഇതിലാക്കിയത്. എനിക്ക് എന്നെ അറിയില്ല. ഇത്തരത്തില് ജീവിതത്തിൽ സംഭവിക്കും. എല്ലാവർക്കും വേണമെന്നല്ല, എനിക്ക് സംഭവിച്ച കഥ. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കരുത് എന്തിനാണ് എഴുതുന്നത്, അതൊക്കെ വരും, പ്രയോജനം ഇല്ലെങ്കിൽ എന്താ, ആ നോളജ് എങ്കിലും കിട്ടില്ല നിങ്ങൾക്ക്. സോ ഡെഫിനിഷൻ ഓഫ് ലേണിംഗ്, സോ സൈക്കോളജിസ്റ്റ് അങ്ങനെ ഓരോരുത്തരുടെ ഡെഫിനിഷൻ ആണ്. ലേണിങ്ങിന് ക്രൗ ആൻഡ് കോ ഓരോരുത്തർ പറഞ്ഞ അക്വയറിങ് ന്യൂ നോളജ്. ഇന്നത്തെ കാലത്ത് പുതിയ നോളജ് ആണ് വേണ്ടത്. ലേണിംഗ് പണ്ടത്തെ ട്രഡീഷണൽ നോളജ് അല്ല. ലേണിംഗ് ഇത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ഓട്ടോമാറ്റിക് നമ്മുടെ ബിഹേവിയറിൽ വളരെ അധികം ചേഞ്ചസ് വരും. മനസ്സിലായില്ലേ? ബിഹേവിയർ റിസൾട്ട് ഫ്രം എക്സ്പീരിയൻസ്, ആക്ടിവിറ്റി, ട്രെയിനിങ് ആൻഡ് ഒബ്സർവേഷൻ ആൻഡ് ലൈഫ്. അങ്ങനെ ചിലവരുടെ ബിഹേവിയർ, ഇപ്പൊ ഞാൻ ഇത്രയോ UGC ക്ലാസ് ഒക്കെ എടുക്കുന്ന, നെറ്റ് ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എത്രയോ കുട്ടികൾ, LLB LLM ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എത്രയോ കുട്ടികളെ
ഞാൻ പഠിപ്പിച്ചു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്ത് ഇന്നത്തെ വരെ ഒരു 12ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ 15ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി ആണ്. ആ കുട്ടി ബിസിനസ് എത്തിക്സ് എന്തോ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ കുട്ടിയുടെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അരമണിക്കൂർ എടുത്താൽ ഒരു ചായ കുടിക്കണം. കാരണം ക്വസ്റ്റ്യൻ കുട്ടിയുടെ ഡൗട്ട്, വൈ, വെൻ, ഹൗ, ഓരോ സെന്റൻസ് എടുക്കുമ്പോഴും ആ കുട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും. എനിക്കിത് പറഞ്ഞുകൊണ്ട്, അപ്പൊ അതുവരെ ഞാൻ ക്ലാസ് എടുത്ത് തല വേദനിച്ചിട്ടായിരിക്കും. അപ്പോഴാണ് ഇത് അഡീഷണൽ വരുമ്പോ. പക്ഷേ എങ്കിലും ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് നിനക്ക് ക്ലാസ് എടുക്കുമ്പോൾ തലവേദനിക്കണം എനിക്ക്, നീ ചോദിച്ചോട്ടേ ഇരിക്കും. അപ്പൊ ആ കുട്ടി ചിരിക്കും, കൊച്ചുകുട്ടികള് ആ കുട്ടി ചിരിക്കും. കാരണം എന്താ അറിയോ, അബ്ദുൽ കലാമിന്റെ ആ തിയറി, ആസ്ക്, വൈ, വെൻ, ഹൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, അറിയാനുള്ള ആഗ്രഹം ആ കുട്ടിക്ക്. ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ അവസാനം, യു വിൽ റീച്ച് ദ ഹയസ്റ്റ് ലെവൽ, ഡോണ്ട് വറി. ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അറിയാത്തത് അറിയാനുള്ള ആഗ്രഹം, അത് ഇന്നല്ലെങ്കിൽ നാളെ നല്ല ഹയർ പോസ്റ്റിലും നല്ല പൊസിഷനിലും എത്താൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. സോ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ആ ലേണിംഗ് പെട്ടെന്ന് അത് കാശ് കൊടുത്താൽ മേടിക്കുന്നല്ലോ ലേണിങ്. വായിച്ച് പരിജ്ഞാനം, എക്സ്പീരിയൻസ്, ജോലി ചെയ്തുള്ള പരിജ്ഞാനം, അതായത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന, അതായത് നമ്മളെ മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നല്ല ആളുകളോട് ഇന്ററാക്ട് ചെയ്ത് അവരിൽ നിന്ന് നിങ്ങൾക്ക് പലതും പഠിക്കാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 5 കമ്പനി സെക്രട്ടറിയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. 5 കമ്പനി സെക്രട്ടറി. യു സി, സെക്രട്ടേറിയൽ ലാംഗ്വേജ് ഇസ് എ ഡിഫറെന്റ് ഇംഗ്ലീഷ്, ബ്രീഫ്. അതിൽ ഒരു ലൈനിലെ 5 ലൈനിന്റെ മീനിങ് ഉണ്ടാവും. അപ്പോ എനിക്ക് കമ്മ്യൂണിക്കേഷനിലും കറസ്പോണ്ടൻസിലും വളരെയധികം നോളജ് അവരിൽ നിന്ന് കിട്ടി. പിന്നെ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് അണ്ടർ എ ഡൈനാമിക് പേഴ്സണാലിറ്റീസ്. നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും പ്രസിദ്ധരായ ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് കിട്ടി. അവരിൽ നിന്ന് പലതും പഠിക്കാൻ പറ്റി എനിക്ക്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ചെവിയൊക്കെ അങ്ങനെ തുറന്നിരിക്കുക. മറ്റുള്ളവരിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, വേണ്ടത് വേണ്ട, പക്ഷെ പഠിക്കാൻ എന്ത് പറ്റും അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അത് നമുക്ക് പ്രയോജനം വരും. നമുക്ക് അത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ പെർഫെക്റ്റ് പേഴ്സൺ. ഞാൻ അതിൻ്റെ അർത്ഥം ഞാൻ പെർഫെക്റ്റ് പേഴ്സൺ എന്നല്ല. ദെൻ മറ്റുള്ളവരുടെ മുമ്പില് നിങ്ങള് ഒരിക്കലും താഴില്ല. നിങ്ങൾ ഈ വെൻ ദേ സേ യു വിൽ ബി ഏബിൾ ടു ഗിവ് ദ ആൻസർ ഫോർ ഇറ്റ്. ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, നേച്ചർ ഓഫ് ലേണിംഗ്, ദ നേച്ചർ ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്ട്. എപ്പോഴും ലേണിങ് എന്തിനാണ്? ഒരു ഗോളിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ ഇപ്പൊ കമ്പനി സെക്രട്ടറി പഠിക്കുന്നുണ്ട്, അപ്പൊ കമ്പനി സെക്രട്ടറി ആവാനല്ലേ. ICW പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CMA ആവാനും വേണ്ടിയിട്ടല്ലേ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കുന്നുണ്ട്, ചാർട്ടേഡ് CA ആവാനും വേണ്ടിയിട്ടല്ലേ. ഒരു ഗോൾ എപ്പോഴും ഉണ്ടാവില്ല. LLB പഠിക്കുന്നുണ്ട്, നമ്മുടെ അഡ്വക്കേറ്റ് ആവാനല്ലേ. അതന്നെ IAS പഠിക്കുന്നത് നമ്മൾ കലക്ടർ ആവാനോ ഡെപ്യൂട്ടി കമ്മീഷണർ എന്താവാനല്ലേ, അല്ലേ. അപ്പൊ ഗോളുണ്ട്, അല്ലേ. അടുത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ഈസ് എ യൂണിവേഴ്സൽ ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ലോകത്തിൽ ആകമാനമുള്ളതാണ്. അതിലെ അമേരിക്കയിൽ പോയിട്ടും ന്യൂസിലൻഡിൽ പോയിട്ട് ആസ്ട്രേലിയയൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അല്ലേ, ഓരോ യൂണിവേഴ്സിറ്റിയിൽ. കണ്ടിന്യൂസ് പ്രോസസ് പറഞ്ഞു. ഡെവലപ്മെന്റ് ഫ്ലെക്സിബിൾ. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്യണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം ചില സമയത്ത്, അല്ലാണ്ട് റിജിഡ് ആവരുത്. ഓക്കെ, ദെൻ റിലേഷൻ ടു, പിന്നെ അത് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലും കൂടി നോക്കുക. ചിലതേ അത് എങ്ങനെ നമ്മളെ ബാധിക്കും, ചിലത് അതും കൂടി നമ്മൾ നോക്കണം. റിയൽ ലൈഫ് സിറ്റുവേഷനിലെ എങ്ങനെയാണ് അതൊക്കെ, മനസ്സിലായില്ലേ, ആസ് എ മീൻസ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ആൾസോ എസെൻഷ്യൽ. നിങ്ങളിപ്പോ ഇന്ത്യയിലത്തെ കാലാവസ്ഥയാണോ ന്യൂസിലൻഡില്, യുക്രൈനിൽ പോയാൽ നിങ്ങൾ എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. വാർ ടോൺ ഏരിയയിൽ നമ്മുടെ കുട്ടികൾ MBBS പഠിക്കാൻ പോയത്. അഡ്ജസ്റ്റ്, നമുക്ക് സാഹചര്യം. ചിലയിടത്ത് പോയാൽ വെജിറ്റേറിയൻ ഫുഡ് കിട്ടില്ല, അപ്പൊ അവിടെ നോൺ വെജിറ്റേറിയൻ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ജീവിക്കാൻ ഏതെങ്കിലും വിധത്തിൽ അവിടെ ജീവിക്കാൻ പഠിക്കുന്നില്ലേ. അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ജർമ്മനിയിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ സമയത്ത് നിങ്ങൾ ജോലി ചെയ്ത് അവിടെ ജോലിയും ചെയ്യണം, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പക്ഷെ അവിടെ താമസിക്കാൻ ഭയങ്കര വാടകയാണ്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്തേ പറ്റൂ. അങ്ങനെ അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. കനഡയിലും അങ്ങനെ തന്നെയാണ്. റിസൾട്ട് ഓഫ് പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ്. ഫിസിക്കൽ ആൻഡ് മെന്റൽ മെച്യൂരിറ്റി. എപ്പോഴും മെന്റൽ മെച്യൂരിറ്റിയാണ് വേണ്ടത്. പിന്നെ എന്തേ ട്രാൻസ്ഫറബിള്?
നിങ്ങൾക്കുള്ള നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നിങ്ങളുടെ നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് ട്രാൻസ്ഫറബിൾ ജോബ് പറഞ്ഞാൽ വാട്ട് എവർ നോളജ് യു ആർ ഹാവിങ്, യു ഹാവ് ടു ട്രാൻസ്ഫർ ദോസ് നോളജ് വിത്ത് അതേഴ്സ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ, മെന്റൽ ഹെൽത്ത്. അപ്പൊ നമ്മുടെ ലേണിംഗ് നമുക്ക് നന്നായിട്ട് വരണം എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം, മെന്റൽ എബിലിറ്റി വേണം, വയസ്സ്, മെച്യൂരിറ്റി, എമോഷൻ കൺട്രോൾ ചെയ്യുന്നത് ആവശ്യം. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിലല്ലേ പഠിക്കുക. പിന്നെ ഈ മോട്ടിവേഷൻ, അതായത് മോട്ടിവേറ്റ് ചെയ്യുക. അതേമാതിരി എബിലിറ്റി, കുട്ടികളൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. എബിലിറ്റീസ്, ആപ്റ്റിറ്റ്യൂഡ്, അതായത് സ്കിൽ. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്. പിന്നെ നമ്മുടെ വീട്ടിലത്തെ എൻവയോൺമെന്റ് വളരെ പ്രാധാന്യമാണ് കേട്ടോ. വീട്ടിലത്തെ എൻവയോൺമെന്റ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. ഓക്കെ, സ്കൂൾ എൻവയോൺമെന്റും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പോരാ. നമ്മൾ നാള് ഇവിടെ ഇതിനെ പോവാണ്ടായി. ഒരു കോളേജിന്റെ മുമ്പിൽ എഴുതിയെടുക്കേണ്ട അഡ്മിഷൻ, കോളേജിന്റെ മുമ്പിൽ ചെകുത്താന്റെ കോട്ടയിലേക്ക് സ്വാഗതം. ഓർക്കണം, കോളേജിൽ പോയിട്ട് പ്രസ്റ്റീജിയസ് കോളേജാണ്, അതിന്റെ മുമ്പിലത്തെ ബോർഡാണത്. പഠിക്കാനുള്ള എൻവയോൺമെന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പഠിക്കാൻ പറ്റൂ. നല്ല കുട്ടികളെ, ഡിസിപ്ലിൻ കുട്ടികളെ, എഫക്റ്റീവ് ടീച്ചിങ്, അതായത് ടീച്ചേഴ്സ്, അതേമാതിരി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, മോഡേൺ ടെക്നോളജി, അതേമാതിരി കമ്പ്യൂട്ടറും ഇതൊക്കെ ഉള്ളതല്ലേ, അത്തരത്തിലുള്ള എൻവയോൺമെന്റ്. പിന്നെ കൾച്ചർ, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഏത് കൾച്ചറായാലും ശരി. പിന്നെ ലേണിംഗ് മെറ്റീരിയൽസ് വേണം, കോഴ്സ് മെറ്റീരിയൽസ് വേണം. പിന്നെ പല പവർ പോയിന്റ് പ്രസന്റേഷൻ മറ്റെന്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബോർഡ്, വൈറ്റ് ബോർഡ്, ഗ്രീൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വേണം. പിന്നെ പരമപ്രധാനമായ ഒരു കാര്യം ടീച്ചേഴ്സിനായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് ഇന്ന് ഡിട്രേറ്റ് ചെയ്തുവരെയാണ്. കുട്ടികളും തമ്മിലുള്ള ക്ലാഷ് പാടില്ല, ഗുരുവാണ്. അതേമാതിരി ടീച്ചർമാരും അതെ, കുട്ടികളെ, സ്വന്തം അവരെ കുട്ടികളെമാരെ ശ്രദ്ധിക്കണം. അവനവന്റെ അവരെയും വളർത്തി നമ്മൾ വലുതാക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതാണ് ടീച്ചറുടെ ധർമ്മം. അല്ലാണ്ട് വെറും ശമ്പളം മേടിച്ചിട്ട് പോക്കറ്റിലിട്ട് പോകാനല്ല. അപ്പോ ടീച്ചിങ് എബിലിറ്റി, എഫക്റ്റീവ് ടീച്ചേഴ്സ്, അവരാണ് നമ്മുടെ നേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ആണ് ടീച്ചർ ചെയ്യുന്നത്. പാരന്റ്സ് ടു പ്ലേ വൈറ്റൽ റോൾ. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ അടുത്തത് പിയർ ഗ്രൂപ്പ്, നല്ല ഗ്രൂപ്പ്. പിന്നെ കണ്ടീഷനിങ് പറഞ്ഞാൽ ട്രെയിനിങ്, ഓരോരുത്തർക്ക് ഓരോ ജോലി ചെയ്യാനും ഒക്കെയുള്ള അതിന്ന് പഠിക്കുന്നു, ട്രെയിനിങ്ങിലൂടെ പഠിക്കുന്നു. പിന്നെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുമ്പോൾ അവിടുത്തെ ജോലി ഇവിടുത്തെ ജോലിയൊക്കെ പഠിക്കുന്നില്ലേ, അത്. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, അത് ടൈം ബിറ്റ്വീൻ റെസ്പോൺസ് ആൻഡ് റീഇൻഫോഴ്സൽ ഷുഡ് ബി മിനിമൽ. അതേമാതിരി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു എലിക്ക് അതേമാതിരി ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആദ്യം പാത്രത്തിലിട്ട് കൊടുത്ത സമയത്ത് അത് വന്നു, പിന്നെ രണ്ടാമത് നോക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടില്ല, ഭക്ഷണം ഇല്ല അതില്. അപ്പോ പിന്നെ എലി വരാതെയായി. അപ്പൊ അങ്ങനെയാണ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ ബിഹേവിയർ നമ്മൾ അതേ പ്രകാരം നമ്മൾ ചേഞ്ച് ചെയ്യും. ഇല്ല എന്നുള്ള മൈൻഡിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പൊ കൺസിസ്റ്റൻസി, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, പിന്നെ കോഗ്നിറ്റീവ് ലേണിംഗ്. ഇതെന്താണ്, ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് വോൾഫ്ഗാങ് കോഹ്ലർ സ്റ്റഡി ചെയ്ത് ബിഹേവിയർ. ഇതെന്താ അറിയോ, ഏപ്സ്, അതായത് നമ്മുടെ ചിമ്പാൻസി, അതായത് അവരെന്താണ് പറയുന്നത് വെച്ചാൽ കോഗ്നിറ്റീവ് തിയറി. എവിടെ എന്താ പറയുന്നത്, ഇൻസൈഡ് എ കോഗ് വിത്ത് ഡിസർ. നമ്മുടെ ഒരു ഇതിന്റെ മങ്കിയുടെ ചിമ്പാൻസി അവിടെ ഫ്രൂട്ട് വെച്ചു, പക്ഷെ അതിന് എത്തില്ല. പിന്നെ അത് എത്താൻ വേണ്ടിയിട്ട് അത് ഒരു കൊച്ചു വടിയുണ്ട്, ആ കൊച്ചു വടി കൊണ്ട് നോക്കുമ്പോൾ കുരങ്ങനെ അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എത്തുന്നില്ല. അപ്പൊ ഒരു വലിയ വടി വെച്ചു. അപ്പൊ വലിയ വടിയും ചെറിയ വടിയും കൂടി ഉപയോഗിച്ച് ആ ബനാന, അവിടെയുള്ള പഴം എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഓരോന്ന് സപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്യുന്ന, ചെറിയ വടിയിൽ നിന്ന് വലിയ വടിയിലേക്ക്, അങ്ങനെയുള്ള അതിനെ പറ്റിയിട്ടാണ്, ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. ഈ ലോങ്ങർ സ്റ്റിങ്, അതാണിത്. ഇറ്റ് മീൻസ് ലേണിംഗ് ടേക്സ്. ഓക്കെ, അപ്പൊ ലേണിംഗ് ടേക്സ് പ്ലേസ് ഓർ എ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ആൾ ഓഫ് എ സഡൻ റദർ ദാൻ ത്രൂ ട്രയൽ ആൻഡ് എറർ. ചില സമയത്ത് നമ്മളെ ഉപയോഗിക്കുന്ന ചില ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, ചില സമയത്ത് പെട്ടെന്ന് പ്രോബ്ലം സോൾവിങ്ങിന് അത് കാരണമായേക്കാൻ. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഇത് പെട്ടെന്ന് പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ പറ്റും. സോ ലേണിംഗ് പർപ്പസ്ഫുൾ ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. ചിലപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഹൈ ലെവലിൽ നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ അത് മാപ്പിട്ട് പോകണം. ക്രിയേറ്റിവിറ്റി വേണം.
ആറ്റിറ്റ്യൂഡ്, പ്രോബ്ലം സോൾവിങ്. നമ്മുടെ പ്രോബ്ലം പലതുണ്ടാവും ജീവിതത്തിൽ, അനവധി പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് വേണ്ടത്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി ഫോക്കസ് ഓൺ അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. ഒരു മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യാൻ അവന് ട്രെയിനിങ് കൊടുക്കണ്ടേ. അതേപോലെ എല്ലാവരും റിട്ടൻഷൻ, മെമ്മറി പവർ, ഇതൊക്കെ ആളെ റീറ്റെയിൻ ചെയ്യണ്ടേ കമ്പനിയിൽ. അപ്പൊ അവൻ അതിനനുസരിച്ച് അവനുള്ള മോട്ടിവേഷൻ കൊടുക്കണ്ടേ. അപ്പൊ അത്തരത്തിലുള്ള അവർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോ 3 സൈലന്റ് മോഡൽസ്. ലൈവ് മോഡൽ ഇൻക്ലൂഡ്സ് ആൻ ആക്ച്വൽ പേഴ്സൺ പെർഫോമിംഗ് ബിഹേവിയർ. ഒരാള് ആക്ച്വൽ പേഴ്സൺ ആയിട്ട് നല്ല വെർബൽ ഇൻസ്ട്രക്ഷൻ മോഡൽ, ഗിവിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഡൽ ബിഹേവിയർ. സിംബോളിക് മോഡൽ, ഇറ്റ് ഇൻക്ലൂഡ്സ് റിയൽ ഓർ ഫങ്ഷണൽ ക്യാരക്ടർ ഡെമോൺസ്ട്രേറ്റിംഗ് ടിവിയിലും ബുക്കിലും ഇതൊക്കെ മീഡിയ എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ബണ്ടൂര എക്സ്പ്ലൈൻ യൂഷ്വലി പവർഫുൾ. ഇതില് അറ്റൻഡിങ് ആൻഡ് പെർസീവിങ്, റിമെമ്പറിംഗ് ദ ബിഹേവിയർ, കൺവേർട്ടിംഗ് ദ മെമ്മറി ഇൻ ടു ആക്ഷൻ, മെമ്മറിന്ന് ആക്ഷൻ, റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ, അങ്ങനെ അതിനെ പറ്റിയാണ്. ഒബ്സർവേഷൻ, ഓരോരുത്തരും ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നത്. വേരിയസ് ഇൻഫോഴ്സ്മെന്റ് മോഡലിങ്, ലേണേഴ്സ് ഫോളോ ദ ടീച്ചർ, ടീച്ചർമാരെങ്ങനെ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ദർ നമ്മുടെ ബിഹേവിയറും അതിന്റെ മോശമായ ബിഹേവിയറാണ് ചിലപ്പോൾ ജയിലിൽ പോണ്ടി വരും, അടിയും കിട്ടും ചില സമയത്ത് ചിലപ്പോ, ഇല്ലേ, ബിഹേവിയറും. അപ്പൊ അതിന്റെ കോൺസിക്വൻസും കൂടി അറിയണം നമ്മള് ഈ ബിഹേവിയറിൽ, കേട്ടോ. നമ്മൾ മോശമായിട്ട് കമ്പനി പെരുമാറുന്നത് നമുക്ക് ചിലപ്പോ സസ്പെൻഷൻ വരും, മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ ലേണേഴ്സ് ഫോളോ ദ ടീച്ചേഴ്സ്, നല്ല ടീച്ചറിൽ നിന്ന് നമുക്ക് നല്ല പഠിക്കാൻ പറ്റും. അപ്പൊ പിന്നെ വേറൊരു കാര്യം, എത്രയോ ആളുകളിൽ നിന്ന് നമുക്ക് എത്രയോ പഠിക്കാൻ. അപ്പൊ അതാണ് നമ്മുടെ അസറ്റ്. നോളേജ് ഈസ് റിയലി an asset. നമ്മുടെ ഇന്ത്യ ഈസ് ഫോർച്യൂനേറ്റ് ടു ഹാവ് ഹൈലി ടാലന്റഡ് പേഴ്സൺ. India has produced eminent personalities in various fields. നമ്മുടെ കുട്ടികളെ IIT ആയിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും ലോകത്തിൽ ആകമാനം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നല്ല നല്ല ലെവലിൽ എത്തിയിട്ട് ആളുകൾ വലിയ വലിയ നാസ ആയിക്കോട്ടെ, വേറെ എവിടെയായിക്കോട്ടെ ഒക്കെ നമ്മുടെ ആളുകളുണ്ട്. എങ്ങനെയാണത്? ആ പഠിക്കാനുള്ള ആഗ്രഹം, അതിനുള്ള പല യൂണിവേഴ്സിറ്റിയിൽ അവർ പോകുന്നു, അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ബിഹേവിയർ അവർ ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അവർ സമൂഹത്തിന് സേവനം ചെയ്യുന്നു, അതേമാതിരി രാജ്യത്തിന് സേവനം ചെയ്യുന്നു. അതാണ് ഓരോ രാജ്യങ്ങൾ, നമ്മൾ പ്രധാനമന്ത്രിയൊക്കെ പോകുന്ന സമയത്ത് പറയേണ്ട, യുവർ പീപ്പിൾ ഹാവ്, ഈവൻ ഗൾഫ് കൺട്രീസിൽ പോകുമ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈവൻ കേരള they did marvelous job for making UAE or some other countries in such a way that ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ മലയാളീസാണ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യക്കാരാണ് ചെയ്ത് എന്ന് പ്രധാനമന്ത്രിയോട് അങ്ങനെ പറയും. So we are really proud of our people actually, which is really spread throughout the world. അപ്പൊ അവരൊക്കെ പല സ്ഥലത്തു നിന്നും പല വിധത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നൗ കൺക്ലൂഷൻ. ലേണിംഗ് can cause lasting change in behavior. Behavioral change produced by experience ൽ നിന്നാണ് പഠിക്കുന്നത്. അല്ലാതെ ആളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ശമ്പളം തരുവാണെന്ന് പറയരുത്. പഠിച്ച് മേപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരാൻ ശ്രമിക്കൂ. ആളെ പറ്റിയിട്ട് നിങ്ങൾ മേപ്പെട്ട് പോകരുത്, അതേമാതിരി കീപ്പെട്ട് വരും. അപ്പോ എക്സ്പീരിയൻസിലൂടെയാണ് നിങ്ങൾ മേപ്പെട്ട് പോകേണ്ടത്. വൺ ഓഫ് ദ മോസ്റ്റ് യൂണിവേഴ്സൽ ഫോംസ് ഓഫ് ലേണിംഗ് കൺസേൺ the reflex, which is inbuilt response to a stimulus or inspiration. Through learning, a reflex response can become attached to a stimulus that does not originally cause the response. The process ഇത് വേറെ ഒരു ഉദാഹരണത്തിനെ പറ്റിയിട്ടാണ്, അത് നിങ്ങൾക്ക് പുസ്തകത്തിൽ മനസ്സിലാവും. അതായത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ഡോഗിന് ഒരു ബെല്ലടിച്ച ഡോഗ് വരും. അപ്പോ എന്തുണ്ട്, ആ ബെല്ലടിച്ചാലാണ് അവിടെ തിന്നാൻ സാധനം കിട്ടുന്ന വരും. അപ്പൊ ചിലപ്പോ ബെല്ലടിച്ചാൽ തന്നെ ചിലപ്പോൾ സാധനം വെക്കാണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബിഹേവിയറൽ ചേഞ്ചസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കോഗ്നിറ്റീവ് തിയറി എംഫസൈസ് ദ പ്രോബ്ലം സോൾവിങ്. നമ്മുടെ ഓരോ പ്രോബ്ലം കോഗ്നിറ്റീവ് ലേണിംഗ് ഇൻവോൾവ് ഇൻഫർമേഷൻ വേണം, സ്റ്റോറേജ് വേണം. അതായത് നമ്മുടെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യണം. ആൻഡ് പ്രോസസിങ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റി ബിൽഡിംഗ് അപ്പ് സ്റ്റിമുലസ് റെസ്പോൺസസ് ആൻഡ് association or manipulation of the reinforced. Social learning theory proposed by Bandura emphasize on learning through direct experience by observing the behavior of elders or phenomena. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും അവരുടെ നിന്ന് എന്തെല്ലാം പഠിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ, നല്ല നല്ല കാര്യങ്ങളെ അത് പകർത്താൻ വേണ്ടി നമ്മൾ നോക്കണം. സോ ട്രൈ ടു ലേൺ good things from the eminent personalities so that we can increase our knowledge. Thank you very much.